ഇന്ന് ലേറ്റ് ആകട്ടോ എണീക്കാൻ. നാളെ ഞാൻ വിളിക്കുമ്പോ എണീറ്റില്ലേ നല്ല അടി വെച്ച്. only 5 minutes late ആയുള്ളൂ. എന്നെയാണ് ലേറ്റ് ആയത്. റയാൻ, നീ എന്റെ അടി മേടിക്കും. Don't blame me, okay? എമ്മ ബസ് പോവും മോളെ. ഗുഡ് ഗേൾ അല്ലേ. ബസ് പോയ പപ്പ പോലും ഇല്ല കൊണ്ടാക്കാൻ. അയ്യോ, പപ്പാന്റെ അടുത്ത് ഗുഡ് മോർണിംഗ് പറയാൻ മറന്നുപോയി. സാരമില്ല, രാത്രി വിളിച്ച് നമുക്ക് ഗുഡ് നൈറ്റ് പറയാം. വാ ചക്കരെ. ബൈ 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 ബൈ. റയാൻ, നീ എന്റെ അടി മേടിക്കും. Don't blame me, okay? അയ്യോ, പപ്പാന്റെ അടുത്ത് good morning പറയാൻ രമേ, രമേ. എന്താ ചേച്ചി? പിള്ളേരെന്തേ? അവര് സ്കൂളിൽ പോയോ? ആ, അവര് പോയല്ലോ. നീയാണോ ഞാനാണോ ബസ് കയറ്റി വിട്ടെ? ചേച്ചി തന്നെ. അവര് പോയിട്ട് 10 മിനിറ്റ് ആയി. ആന്നല്ലേ. ചേച്ചി ഫ്രഷ് ആയിട്ടോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? എല്ലാ ദിവസവും ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ പോകുന്നു നോക്കി അവൾ ഗേറ്റിൽ തൂങ്ങി നിൽക്കും. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എന്നെ കണ്ടിട്ട് പരിചയം കാണിച്ചില്ലെങ്കിൽ മനസ്സിലാക്കാം പക്ഷെ ഓർമ്മ നഷ്ടപ്പെട്ട് നിൽക്കുക. പിന്നെ പഴയ കണ്ടീഷനിലേക്ക് എത്താൻ ചിലപ്പോൾ 1-2 ദിവസം എടുക്കും. ഒക്കെ ശരിയാവും സാർ. ശരിയായ മതിയായിരുന്നു. അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ മരണം കഴിഞ്ഞു എല്ലാം ഒന്ന് ഓക്കെ വരുമ്പോഴേക്കാണോ ഞങ്ങളുടെ ആക്സിഡൻറ്റും ഋത്തുവിൻ്റെ കണ്ടീഷൻ. സാർ വിഷമിക്കാതെ, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്നല്ലേ. സാർ എത്ര കാലമായി ഇവിടെ? ഞാനിപ്പോൾ ഒരു 3-4 വർഷമായി. ഇത് ഡോക്ടറിൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ആണോ? അല്ല, ഞാൻ കോട്ടയം സെൻറ്റ് മേരീസിലായിരുന്നു. അതപേക്ഷിച്ച് ഇവിടെ ബോറടി അല്പം കൂടുതലാണ്. ആ, സാറ് നാളെ ഫ്രീ ആണെങ്കിൽ നമുക്ക് കോട്ടയം IMA ഒന്ന് കൂടിയാലോ? അയ്യോ ഇല്ല, ആകെ കിട്ടുന്ന ഒരു സൺഡേ ആണ് ഞാൻ ഞങ്ങളുടെ ഫാം ഹൗസിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് കുറച്ച് പഴവും പച്ചക്കറികളൊക്കെ എടുക്കാനുണ്ട്. മരുന്നടിക്കാത്തതുകൊണ്ട് എടുത്തില്ലെങ്കിൽ അത് ചീത്തയായി പോകും. അപ്പോൾ കാലത്തെ മാമുമായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങും? ഇല്ല, ഋതു വരാറില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. രണ്ടാമത്തെ കുർബാന കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേനും അവളെ നോക്കുന്ന മെയ്ഡെത്തും. അവർ വന്ന ഉടനെയാണ്. അതാണ് എൻ്റെ ഒരു റിസോർട്ടും ആകെയുള്ളൊരു വീക്കെൻഡ് റിലീഫ്. അയ്യോ, ആരാ ഇവിടെ കരയുന്നേ? ഇഞ്ചക്ഷൻ എടുക്കാൻ ഒട്ടും സമ്മതിക്കുന്നു. എന്നാ പ്രശ്നം? ഇഞ്ചക്ഷൻ വേണ്ട വേണ്ട വേണ്ടൊന്ന് ഒക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. പ്രശ്നം കൊണ്ട് പറയുന്നു. എന്നാ ചക്കുടുവിൻ്റെ പേര്? അലങ്കൃത. അടിപൊളി പേരാണല്ലോ. ഡോക്ടർ അങ്കിള് ചെറിയ പനി ഉണ്ടോന്ന് നോക്കോട്ടെ. ശ്വാസം ഒന്ന് വലിച്ച്
ഒന്നുകൂടെ. ഓക്കേ. പനിയൊന്നും ഇല്ലല്ലോ. എന്നിട്ടാണ് സിസ്റ്റർ ഇഞ്ചക്ഷൻ എടുക്കാൻ നോക്കിയത്. നമുക്കൊരു കാര്യം ചെയ്യാം. ടൈഗറില്ലേ, ആ കടുവയെ കൊണ്ട് സിസ്റ്ററിനെ കടിപ്പിച്ചാലോ? ടൈഗറിനെടുത്തോ. പാവൊന്നുമല്ല. അല്ലെങ്കിൽ ഒരു കാര്യം, നമുക്ക് ആ പശുമ്പേനെ കൊണ്ട് കടിപ്പിച്ചാലോ? പശുമ്പ എടുത്ത് രണ്ടും വേണ്ട. ഓക്കെ, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. വൈഫൈ തന്നെ അതാണ്. ഇന്ന് ഒ പി അധികം ഉണ്ടോ? ഇല്ല സാർ, ഒരു 5-6 അത്രേ ഉള്ളൂ. 6. ഒരു 2 മണിയാകുമ്പോൾ വീട്ടിൽ പോകാൻ പറ്റുമായിരിക്കും അല്ലേ? ഡോക്ടറെ, മാഡം എന്താ പറയുന്നു? ഓക്കെ ആണെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ അടുത്തുള്ളപ്പോൾ പുള്ളിക്കാരി ഹാപ്പിയാണ്. ചിലപ്പോൾ തോന്നും ഈ ജോലി രാജിവെച്ച് അവളുടെ കൂടെ തന്നെ ഇരുന്നാലോ. ഡോക്ടർ, എന്നാ പേഷ്യൻസിനെ വിളിച്ചാൽ? ആക്സിഡന്റിന് മുമ്പ് വൈഫിന് മെമ്മറി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ഉറപ്പല്ലേ? അതെ. അതെന്നെ അങ്ങനെ ചോദിക്കാൻ കാരണം? ഋതു ഇപ്പോൾ അമ്നേഷ്യയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. ഷീ ഷോയിങ് സിംറ്റംസ് ബോത്ത് റെട്രോഗ്രേഡ് ആൻഡ് ആൻട്രോഗ്രേഡ് അമ്നേഷ്യ. പേടിക്കാനൊന്നും ഇല്ലെന്ന് പറയാനൊക്കത്തില്ല. മാത്രമല്ല, ഒരു പക്ഷേ ഋതുവിന് ലൈഫ് ലോങ് കെയർ വേണ്ടി വന്നേ. ചേച്ചി റെഡി ആയില്ലേ? പോവണ്ടേ? കണ്ണെഴുതിയില്ലേ? ഞാൻ എഴുതി തരാം. ചേച്ചിക്ക് ഇതൊന്നും ചെയ്തു തന്നില്ലെങ്കിലേ സാറ് എന്നെ വഴക്ക് പറയാൻ പോകുന്നത്. സത്യം പറഞ്ഞ ചേച്ചിയുടെ ലക്ക. സാർ എന്തൊരു കെയറിങ്ങാ. ചേച്ചി എന്താ മുടി വളർത്താത്തെ? ഇതിപ്പോ എപ്പോഴും സാറല്ലേ വെട്ടുന്നേ. ദേ, ഇത്ര വരെ വളർത്തിയിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി വെട്ടണം. നല്ല ഭംഗിയായിരിക്കും. ആണല്ലേ? പിന്നല്ലാതെ. ചേച്ചി വയറങ്ങാം, ബിജു വന്ന്. എൻ്റെ ബിജു എന്ത് വലിയ ഇത്, വലിച്ചു മരിക്കോ? നിന്റെ കൂടെ പൊറുക്കണേലും മരിക്കുന്ന. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. മേഡം വന്നോ? ഇന്നൂടെ വന്നില്ലേ അങ്ങോട്ട് വിളിക്കാതിരിക്കരുത്. ആ റിസോർട്ടുകാർ ഇന്നലെ വിളിച്ചിരുന്നേ. ഇത്തവണ 3000 രൂപ തന്നെയാണല്ലോ. മേഡം, കച്ചവടമൊക്കെ ഭയങ്കര മോശമാണ്. അപ്പോൾ റിസോർട്ടുകാർ വിളിച്ചെന്ന് പറഞ്ഞതോ? ചേച്ചിൻ്റെ പടങ്ങൾക്ക് നല്ല ഡിമാൻഡാണ്. പക്ഷെ കാശിൻ്റെ കാര്യത്തിൽ അയാൾ പറ്റിക്കുവാണോ എന്ന് നല്ല സംശയമുണ്ട്. എപ്പോഴും 3000 രൂപ തന്നെയല്ലേ തരുന്നേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ചേച്ചിക്ക് അറിയാത്തോണ്ടാ. അയാളെ കണ്ടാലറിയാൻ പറ്റിയില്ലാന്ന്. ചേച്ചി എന്താ ആലോചിക്കുന്നേ? നല്ല രമേ, ഞാൻ വരയ്ക്കുന്ന പടങ്ങൾ ഇത്രയും കാശ് മുടക്കി ആരാ മേടിക്കുന്നതെന്ന് ആലോചിക്കായിരുന്നു. കൊല്ലം നല്ല ഉഷാറ് കപ്പയാ സാറേ. മണ്ണിന്റെ ഗുണോ തമ്പി. മേരുടെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കിടപ്പിലാണ് സാറേ, തീരെ വയ്യ. ഒരു കുഴപ്പമില്ലാതെ ഓടിയാർന്നുള്ളേര് സാറേ. എല്ലാവരും കൂടി രോഗശാന്തി ദൃഷ്ടിയിലൊക്കെ കൊണ്ടുപോയതാ. തള്ള കിടന്നു പോയി.